ഫംഗ്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പറിനകത്ത് അടുത്ത ടോപ്പിക്കാണ് അനാലിറ്റിക് ഫംഗ്ഷൻസ്. അല്ലെ, എന്താണ് അനാലിറ്റിക് ഫംഗ്ഷൻ? അപ്പോൾ ഇതിനകത്തൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക് അറ്റ് എ പോയിന്റ് സെഡ് 0 ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ഇഫ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ സം നൈബർഹുഡ് ഓഫ് സെഡ് 0. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ അനാലിറ്റിക് എന്ന് പറയണമെങ്കിൽ, ഒരു കോംപ്ലക്സ് പ്ലെയിനിനകത്തുള്ള അനാലിറ്റിക് അത് പറയണമെങ്കിൽ എന്തായിരിക്കണം? ഇത് ഒരു കോംപ്ലക്സ് പ്ലെയിനകത്ത് തന്നെ ഈ സെഡ് 0 എന്ന് പറയുന്ന പോയിന്റിന് തൊട്ടടുത്തുള്ള പോയിന്റ് ഒക്കെ എന്തായിരിക്കണം? ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷനെ അനാലിറ്റിക് എന്ന് പറയാൻ പറ്റും. പക്ഷെ നേരെ തിരിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പോയിന്റും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് അനാലിറ്റിക് ആണെന്ന് പറയണം എന്നില്ല. ഓക്കെ, അതിന് നമ്മൾ നോക്കുന്ന കണ്ടീഷൻസ് ആണ് എന്ന് പറയുന്നത് CR ഇക്വേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ CR ഇക്വേഷൻ എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഇക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഇക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് എന്ന് പറയാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ w is equal to sin z is analytic everywhere. Also find the derivative. അല്ലെ, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? w is equal to sin z അല്ലെ. അപ്പോ sin z ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? sin x പ്ലസ് iy എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? യുവും വിയും കണ്ടുപിടിക്കണം. ഇതിനകത്ത് നമുക്ക് യുവും വിയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? sin a പ്ലസ് ബി അല്ലെ, sin a പ്ലസ് ബി, sin a പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്താണ്? sin a കോസ് ബി പ്ലസ് കോസ് എ sin ബി. ഇത് നിങ്ങൾ ഓർത്ത് നോക്കുക. അപ്പോ നമ്മൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, ബിയുടെ സ്ഥാനത്ത് iy ആണ്. അപ്പൊ sin എക്സ് ഇൻറ്റു കോസ് iy പ്ലസ് കോസ് എക്സ് ഇൻറ്റു sin iy അല്ലെ. അപ്പൊ ഇനി കോസ് iy എന്നുണ്ട് അല്ലെ. അപ്പൊ ഇനി അടുത്ത് എഴുതുക കോസ് iy ഇസ് ഈക്വൽ ടു കോസ് hy ആണ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ sin iy എന്ന് പറയുന്നത് sin iy ഇസ് ഈക്വൽ ടു I sin hy. രണ്ടും ഓർത്ത് നോക്കണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ കിട്ടും sin x കോസ് iy നെ നമുക്ക് കോസ് hy പ്ലസ് കോസ് എക്സ് ഇൻറ്റു I sin hy. അപ്പൊ I ഇവിടെ എഴുതിയാൽ sin hy. ഓക്കെ, അപ്പൊ നമുക്ക് u എന്ന് പറയുന്നത് ഇതായിരിക്കും, v എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് sin hy. അപ്പൊ u ഇസ് ഈക്വൽ ടു sin x ഇൻറ്റു കോസ് hy ആൻഡ് v ഇസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു sin hy. ഇനി നമുക്ക് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. CR ഇക്വേഷൻ എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പൊ നമുക്ക് ഇത് എല്ലാം നാലും കണ്ടുപിടിക്കണം. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്, അപ്പോ ഇതിന് നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. ഇവിടെ സൈൻ എക്സിന്റെ കോസ് hy ആണ്. അപ്പൊ ഇവിടെ എക്സ് ഉള്ളത് സൈൻ എക്സ് ആണ്. സൈൻ എക്സിന് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും കോസ് എക്സ് ഇൻറ്റു കോസ് hy അല്ലെ. ഇനി ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാല് സൈൻ എക്സിൻ കോസ് hy, y കോസ് hyയുടെ കൂടെയാണ്. അപ്പൊ നമുക്ക് കിട്ടും സൈൻ എക്സ് ഇൻറ്റു കോസ് hyന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? വെറും സൈൻ hy എന്നാണ്. ഓക്കെ, അപ്പൊ ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിച്ചു, ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു, ഡോ യു ബൈ ഡോ വൈ. ഇനി നമുക്ക് ഡോ വി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ഡോ വി ബൈ ഡോ എക്സ്, കോസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ hy അല്ലെ. ഇവിടെ എക്സ് ഉള്ളത് കോസ് എക്സിന്റെ കൂടെയാണ്. ഇനി ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കോസ് എക്സ് ഇൻറ്റു സൈൻ hyയുടെ എന്താണ്? കോസ് hy ട്ടോ. അപ്പൊ ഹൈപ്പർബോളിക് ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തില്ല? മൈനസ് ഇല്ല. അപ്പൊ നോക്കിയാൽ മതി ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? കോസ് എക്സ് ഇൻറ്റു കോസ് hy അല്ലെ. ഇനി എന്താ? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആണ്. അതെന്താണ്? ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് hy. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ
ഡോ വൈ. ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഡോ വി ബൈ ഡോ എക്സ് എന്താണ്, മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ വി ബൈ മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹെൻസ് പ്രൂവ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് അനാലിറ്റിക് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നിങ്ങൾ എഴുതണം CR ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്, therefore ഇറ്റ് ഈസ് അനാലിറ്റിക്. ഈ ഒരു പ്രോബ്ലത്തിന് രണ്ട് പാർട്ട് ഉണ്ട് അല്ലെ. ഒന്നാമത്തെ ഫംഗ്ഷൻ ഈ W is equal to sin z എന്താണ്, അനാലിറ്റിക് ആണെന്ന് തെളിയിക്കണം. അത് നമ്മൾ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തെളിയിക്കാൻ പറ്റി. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അല്ലേ. അപ്പൊ എഫ് ഡാഷ് ഓഫ് സെഡിന് നമ്മൾ കുറച്ച് ഫോർമുലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ഒരു ഫോർമുലയാണ് ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ഡോ ഐ ബൈ ഡോ എക്സ് മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഞാൻ രണ്ടും വൈ യു ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ മൈനസ് ഐ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു എന്താണ് സൈൻ എച്ച് വൈ അല്ലെ. കോസ് എച്ച് വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, കോസ് ഐ വൈ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കോസ് എക്സ് ഇൻറ്റു കോസ് ഐ വൈ മൈനസ് അല്ലെ, ഇവിടെ സൈൻ എക്സ് ഉണ്ട്, ഐ സൈൻ എച്ച് വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, സൈൻ ഐ വൈ. ഓക്കെ, ഇപ്പൊ നോക്കുന്നുണ്ട് കോസ് എക്സ് കോസ് ഐ വൈ മൈനസ് സൈൻ എക്സ് സൈൻ ഐ വൈ അല്ലേ. അപ്പൊ നമുക്കൊരു ഫോർമുല ഉണ്ട്, എന്താണ്, കോസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്താണ്, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, കോസ് ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, ബിയുടെ സ്ഥാനത്ത് ഐ വൈ ആണ്. അപ്പൊ നമുക്ക് കിട്ടും കോസ് എക്സ് പ്ലസ് ഐ വൈ അല്ലെ. കോസ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ സെഡ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, കോസ് സെഡ്. അപ്പൊ നമുക്ക് അതിന്റെ എഫ് ഓഫ് സെഡിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്, കോസ് സെഡ് അല്ലെ. നമുക്കറിയാം എഫ് ഓഫ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു സൈൻ സെഡ് ആണ്, അതിന്റെ ഡിഫറൻസിയേഷൻ സൈനിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്, കോസ് സെഡ് ആണ്. അങ്ങനെ രണ്ട് പാർട്ടും കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ പ്രോബ്ലം ആണ്, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ W is equal to cos z is analytic everywhere, also find the derivative അല്ലെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്, W is equal to cos z, that is equal to cos x plus iy അല്ലെ. ഇവിടെ നോക്കുമ്പോ എന്താണ്, കോസ് എക്സ് പ്ലസ് ഐ വൈ അല്ലെ, കോസ് എ പ്ലസ് ബി എന്നുള്ള ഫോമാണ്. അപ്പൊ കോസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് ഐ വൈ. അപ്പൊ എന്ത് കിട്ടും, കോസ് എക്സ് കോസ് ഐ വൈ മൈനസ് സൈൻ എക്സ് സൈൻ ഐ വൈ. നമുക്കറിയാം കോസ് ഐ വൈ എന്ന് പറഞ്ഞാൽ കോസ് എച്ച് വൈ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ ഐ സൈൻ എച്ച് വൈ. ഐ ഇവിടെ എഴുതി സൈൻ എച്ച് വൈ. അങ്ങനെയാണ് യു ഇസ് ഈക്വൽ ടു റിയൽ ഫംഗ്ഷൻ കോസ് എക്സ് കോസ് എച്ച് വൈ, വി ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. അപ്പൊ നമുക്ക് അനാലിറ്റിക് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ ഇതൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ. ഡോ യു ബൈ ഡോ വൈ ആണെങ്കിൽ എന്താ കിട്ടുക, കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ എന്നാണ്. ഇനി ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്താണ്, മൈനസ് സൈൻ എക്സ് അല്ലെ. അപ്പം സൈൻ എക്സിന് ചെയ്താൽ കോസ് എക്സ്, അപ്പൊ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ. ഇനി നമുക്ക് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. CR ഇക്വേഷൻ എന്താണ്, ഡോ യു ബൈ
ഡോ എക്സ് അല്ലെ ഇസ് ഈക്വൽ ടു എന്താണ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസെറ്റ് വൈ ആണ്. ഡോ വി ബൈ ഡോ വൈ എന്ന് പറയുന്നതാണ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസെറ്റ് വൈ തന്നെ. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ അല്ലെ. പിന്നെന്താണ്? ഇസ് ഈക്വൽ ടു മൈനസ് 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 ഇൻറ്റു മൈനസ് എന്തായിരിക്കും? പ്ലസ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? അപ്പോൾ മൈനസ് കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കോസ് എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റും. ഡോ വി ബൈ ഡോ എക്സ് അല്ലെ. അപ്പോ നമ്മൾ എന്ത് തെളിയിച്ചു? ദ ഫംഗ്ഷൻ ഈസ് അനാലിറ്റിക്. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്, ദെയർഫോർ ദ ഫംഗ്ഷൻ ഈസ് അനാലിറ്റിക്. ഈ പ്രോബ്ലത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റി അല്ലെ. അപ്പൊ എഫ് ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ മൈനസ് ഐ ഇൻറ്റു കോസ് എക്സ് സൈൻ എച്ച് വൈ അല്ലെ. നമുക്ക് മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്തിട്ടും? സൈൻ എക്സ് കോസ് എച്ച് വൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഐ വൈ പ്ലസ് മൈനസ് പുറത്തെടുത്തുകൊണ്ട് പ്ലസ് ആവും അല്ലെ. പിന്നെ എന്താണ്? കോസ് എക്സ് ഇൻറ്റു ഐ സൈൻ എച്ച് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഐ വൈ അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ എ പ്ലസ് ബി ആണ്. അപ്പൊ മൈനസ് സൈൻ എക്സ് പ്ലസ് ഐ വൈ അല്ലെ. അപ്പൊ നമുക്ക് എന്തും? മൈനസ് സൈൻ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെഡ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ w is equal to e raised to z is analytic everywhere. Also find the derivative അല്ലെ. അപ്പൊ നമുക്ക് w is equal to എന്താണ്? e raised to z ആണ്. അപ്പൊ e raised to z ന് നമുക്ക് e raised to z എന്ന് പറഞ്ഞാൽ x പ്ലസ് ഐ വൈ അല്ലെ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? e raised to x into e raised to ഐ വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഇത് നമുക്ക് ഒന്ന് ഓർത്തുകൊണ്ട് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നാണ്. ഓക്കെ, ഇ റേസ് ഐ തീറ്റ എന്നാണ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ ആണ് അല്ലെ. അപ്പൊ എന്താണ്? കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ അല്ലെ. അപ്പൊ ഡബ്ല്യു എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി ആണ് നമുക്കറിയാം. അപ്പൊ യു എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ വി is equal to ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ അല്ലെ. ഇതിനൊക്കെ ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കും. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിന്റെ ഡിഫറൻസിയേഷൻ ഇ റേസ് ടു എക്സ് തന്നെയാണ് കോസ് വൈ. ഇനി ഡോ യു ബൈ ഡോ വൈ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈയുടെ ഡിഫറൻസിയേഷൻ എന്തായിരിക്കും? മൈനസ് സൈൻ വൈ. ഓക്കെ, അപ്പൊ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. ഡോ വി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ ആണ്. ഇനി ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു എന്താണ്? ഇ റേസ് ടു എക്സിന്റെ ഇ റേസ് ടു എക്സിന്റെ സൈൻ വൈയുടെ എന്താണ് കിട്ടുക? കോസ് വൈ. അപ്പൊ നമുക്ക് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഡോ യു ബൈ ഡോ എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ. ഡോ വി ബൈ ഡോ എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ആൻഡ് അതിനടുത്ത് എന്താണ്? ഡോ യു ബൈ ഡോ വൈ അല്ലെ. ഡോ യു ബൈ ഡോ വൈ എന്താണ്? മൈനസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ അല്ലെ. ഇവിടെ നിന്നാണ് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. അപ്പൊ നമ്മളോട് മൈനസ് കൊടുത്താൽ മാത്രമേ ഇത് രണ്ടും ഈക്വൽ ആവുള്ളൂ. അപ്പൊ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പൊ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അങ്ങനെ രണ്ട് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ എന്താണ്? അനാലിറ്റിക് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ഇത് സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്, therefore it is analytic. ഓക്കെ, ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അല്ലെ.
അപ്പൊ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ വൈ അല്ലെ. അപ്പൊ ഇ റേസ് ടു എക്സ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് ഇ റേസ് ടു എക്സ് പുറത്തേക്ക് കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ അല്ലെ. അപ്പൊ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നാണ്. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ. അപ്പൊ നമുക്ക് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇ റേസ് ടു സെഡ് ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവിന്റെ എന്ത് തന്നെയാണ്, ഇ റേസ് ടു സെഡ് തന്നെയാണ്. നാലാമത്തെ പ്രോബ്ലം ആണ്, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ w is equal to sin hz is analytic. Also find the derivative. ഓക്കെ, അപ്പൊ w is equal to sin hz അല്ലെ. അപ്പൊ അതിനെ നമുക്ക് മാറ്റണം. നമുക്കറിയാം sin i y is equal to i sin, ഇവിടെ z ആക്കാം, sin i z is equal to i sin hz അല്ലെ. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, സൈൻ എച്ച് സെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഐ ഇങ്ങോട്ട് വരും. അങ്ങനെയാകുമ്പോ നമുക്ക് കിട്ടും 1/i സൈൻ ഐ സെറ്റ് ഇസ് ഈക്വൽ ടു സൈൻ എച്ച് സെറ്റ് അല്ലെ. 1/i എന്ന് പറഞ്ഞതാണ് 1/i ഇസ് ഈക്വൽ ടു മൈനസ് ഐ ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, മൈനസ് ഐ ഇൻറ്റു ഇത് കിട്ടും സൈൻ ഐ സെറ്റ്. സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ് നമുക്കറിയാം. അപ്പൊ മൈനസ് ഐ ഇൻറ്റു സൈന് ഐ ഇവിടെ ഉണ്ടാവും, പിന്നെ എക്സ് പ്ലസ് ഐ വൈ. ഇത് നമുക്ക് ഈ ഐ എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു സൈൻ കിട്ടും ഐ എക്സ് പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു വൈ അല്ലെ. ഐ എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് -1 ആണ്. അങ്ങനെയാണെങ്കിൽ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1. അപ്പൊ നമുക്ക് കിട്ടുക മൈനസ് ഐ ഇൻറ്റു സൈന് ഐ എക്സ് മൈനസ് വൈ. ഇവിടെ എന്താണ്, സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, മൈനസ് ഐ ഇൻറ്റു സൈൻ എ കോസ് ബി, എയുടെ സ്ഥാനത്ത് ഐ എക്സ് ആണ്, സൈന് ഐ എക്സ് കോസ് വൈ മൈനസ് കോസ് ഐ എക്സ് ഇൻറ്റു സൈന് വൈ അല്ലെ. ഐ സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ എച്ച് വൈ ആണ് അല്ലെ. ഇവിടെ സൈൻ ഐ സെഡ് എന്തായിരിക്കും, ഐ സൈൻ എച്ച് സെഡ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു ഐ സൈൻ എച്ച് സെഡ് എച്ച് എക്സ്, സോറി ഇവിടെ എച്ച് എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് കോസ് ഐ എക്സ് എന്ന് പറഞ്ഞാല് കോസ് എച്ച് എക്സ്, കോസ് എച്ച് എക്സ് ഇൻറ്റു സൈൻ വൈ. ഇവിടെ എന്തുണ്ട്, ഒരു മൈനസ് ഉണ്ട് അല്ലെ. അത് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് മൈനസ് ഐ സ്ക്വയർ ഇൻറ്റു സൈൻ എച്ച് എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് 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 പ്ലസ് ഐ ഇൻറ്റു കോസ് എച്ച് എക്സ് ഇൻറ്റു സൈൻ വൈ. ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, -1 ആണ്. അപ്പൊ നമുക്ക് കിട്ടും മൈനസ് മൈനസ് പ്ലസ്, അപ്പൊ സൈന് എച്ച് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു കോസ് എച്ച് എക്സ് ഇൻറ്റു സൈൻ വൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും സൈന് എച്ച് എക്സ് ഇൻറ്റു കോസ് വൈ, വി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, കോസ് എച്ച് എക്സ് ഇൻറ്റു സൈൻ വൈ. ഓക്കെ, ഇത് നമുക്ക് അനാലിറ്റിക് ആണ് തെളിയിക്കണം. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ എച്ച് എക്സിന്റെ എന്താണ്, കോസ് എച്ച് എക്സ്,
കോസ് എച്ച് എക്സ് ഇൻറ്റു കോസ് വൈ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എന്താണ് സൈൻ എച്ച് എക്സ് സൈൻ എച്ച് എക്സ് ഇൻറ്റു കോസ് വൈയുടെ എന്താ കിട്ടുക മൈനസ് സൈൻ വൈ. ഇനി ഡോ വി ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ എക്സ് എന്താ കിട്ടുക വി ഇസ് ഈക്വൽ ടു കോസ് എച്ച് എക്സ് അല്ലെ. അപ്പൊ നമുക്ക് കോസ് എച്ച് എക്സിന്റെ എന്താണ് സൈന് എച്ച് എക്സ് ഇൻറ്റു സൈന് വൈ. ഇനി ഡോ വി ബൈ ഡോ വൈ ഡോ വി ബൈ ഡോ വൈ എന്താ കിട്ടുക കോസ് എച്ച് എക്സ് ഇൻറ്റു കോസ് വൈ. നമുക്ക് തെളിയിക്കണം ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ അല്ലെ. നോക്കിയോ ഡോ യു ബൈ ഡോ എക്സ് എന്നാണ് കോസ് എച്ച് എക്സിന്റെ കോസ് വൈ ആണ്. ഡോ വി ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താണ് കോസ് എച്ച് എക്സിന്റെ കോസ് വൈ. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്താണ് ഡോ വി ബൈ ഡോ വൈ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് മൈനസ് സൈൻ എച്ച് എക്സ് ഇൻറ്റു സൈൻ വൈ. ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് എക്സ് ഇൻറ്റു സൈൻ വൈ അല്ലെ. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ടത് ഡോ യു ബൈ ഡോ എക്സ് ഇക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പൊ ഇതിന് നമ്മൾ മൈനസ് കൊടുക്കുമ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നു. അപ്പൊ ഫംഗ്ഷൻ എന്താണ് അനാലിറ്റിക് ആണ്. ഓക്കെ നിങ്ങൾ എഴുതുക സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് therefore the function is analytic. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഓൾസോ ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. എഫ് ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എന്താണ് ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാല് കോസ് എച്ച് എക്സ് കോസ് വൈ മൈനസ് അല്ലെ മൈനസ് മൈനസ് പ്ലസ് ആയിരിക്കും ഐ ഇൻറ്റു സൈൻ എച്ച് എക്സ് ഇൻറ്റു സൈൻ വൈ. അപ്പൊ കോസ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കോസ് ഐ എക്സ് കോസ് ഐ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഐ എക്സ് ഇൻറ്റു സൈൻ വൈ. അപ്പോ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എ മൈനസ് ബി. അപ്പോ കോസ് കിട്ടും ഐ എക്സ് മൈനസ് വൈ. എന്താണ് ഐ എക്സ് മൈനസ് ഐ വൈ എന്ന് പറഞ്ഞാൽ അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന എന്താണ് കോസ് ഐ സെഡ് ആണ് കേട്ടോ. കോസ് ഐ സെഡ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ കിട്ടുക എന്താണ്. ഓക്കെ കോസ് ഐ സെഡ് എന്ന് പറയുന്നതാണ് കോസ് എച്ച് സെഡ് ആണ്. അപ്പൊ നമുക്ക് കിട്ടും സൈൻ എച്ച് സെഡിന്റെ ഡിഫറൻസിയേഷൻ എന്താണ് കോസ് എച്ച് സെഡ്. അപ്പൊ എന്താണ് ഈ ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ പ്രൂവ് ചെയ്ത് അപ്പൊ കിട്ടും ഐ സെഡ് എന്ന് പറയുന്നത് എന്താണ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്നാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഐ എക്സ് പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു വൈ എന്നാണ് അല്ലെ. ഐ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എക്സ് മൈനസ് വൈ എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഐ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ് ഐ സെഡ് ആണ് കേട്ടോ. അങ്ങനെയാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രൂവ് ചെയ്തു.